ഹിന്ദു മതത്തിൽ നിന്ന് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ക്രിസ്ത്യാനിയായി പോയിട്ടുണ്ടല്ലോ, ആ ക്രിസ്ത്യാനികൾക്ക് യാതൊരു സംവരണവും, അത് പട്ടികവർഗത്തിൽപ്പെട്ട സംവരണങ്ങളൊന്നും തന്നെ ലഭിക്കില്ല, കൊടുക്കരുത് എന്ന് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. മതം മാറുന്നത് ജെന്യൂൻ ആയിരിക്കണം, അല്ലാതെ എന്തെങ്കിലും ലാഭത്തിന് വേണ്ടി ബെനിഫിറ്റിന് വേണ്ടി ആവരുതെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഇന്ത്യൻ ഭരണഘടനയുടെ 341 വകുപ്പിലാണ് ഈ പട്ടികാധികാർക്ക് സംവരണം ഉണ്ടായത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തൊട്ടുകൂടായ്മ, അസ്പൃശ്യതയില്ലേ, അതുള്ള ആളുകളൊക്കെ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തി അവർക്ക് സമൂഹത്തിൽ ഉന്നമനം കിട്ടാൻ വേണ്ടിയാണ് ഈ സംവരണം ഉണ്ടാക്കിയത്. അതിന് ആരൊക്കെ കൊടുക്കണം എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. അതിലുൾപ്പെട്ട പട്ടികയിൽപ്പെട്ട ആളുകളാണ് പട്ടികാതി വിഭാഗക്കാർ. ആ പട്ടികയിൽപ്പെട്ട ആളുകൾ മതം മാറി മറ്റൊരു മതത്തിലേക്ക് മാറിയാൽ അവർക്കുള്ള അസ്പൃശ്യത പോകുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സംവരണം കിട്ടണ്ട എന്നാണ് കോടതി നിരീക്ഷണം. ഉത്തർപ്രദേശിൽ ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റുകാരൻ മതം മാറി ക്രിസ്ത്യാനിയായി. പക്ഷേ അദ്ദേഹം ഷെഡ്യൂൾഡ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് നിലനിർത്തിക്കൊണ്ട് എല്ലാ ആനുകൂല്യങ്ങളും അവകാശങ്ങളും വാങ്ങിക്കൊണ്ടേയിരുന്നു. അത് ശരിയാണോ ഇല്ലയോ എന്നാണ് കോടതി പരിശോധിച്ചത്. ഭരണഘടന ആരംഭത്തിൽ 341 ആർട്ടിക്കിളിൽ ഉൾപ്പെടുത്തിയത് ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമായിരുന്നു. 1956 അത് സിഖ് മതക്കാർക്കും 1990 അത് ബുദ്ധമതക്കാർക്കും കൂട്ടിച്ചേർത്തു. ക്രിസ്ത്യാനികൾക്ക് ഒരിക്കൽ പോലും ഇതിൽ അവകാശമുണ്ടായിരുന്നില്ല. ഈ പട്ടികയിൽപ്പെടാത്ത ആരെങ്കിലും സംവരണം വാങ്ങിയാൽ ഭരണഘടന ഫ്രോഡ് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. കോടതി UP സർക്കാരോട് പറഞ്ഞ 4 കാര്യങ്ങളാണ്. ഒന്ന്, മതം മാറി ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ആനുകൂല്യം വാങ്ങുന്നവരെ കണ്ടെത്തുക. അവർക്ക് കൊടുത്ത ഷെഡ്യൂൾഡ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കുക. അവരാരെങ്കിലും ഇതുവരെ സംവരണത്തിന് ആനുകൂല്യം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുക. 4ാമത്തെ കാര്യം, ഇനി ഒരിക്കൽ പോലും മതം മാറിയ ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കുക. കോടതി ഈ വിധി പ്രസ്താവിക്കുമ്പോൾ ചില പ്രിൻസിപ്പിൾസ് വിലയിരുത്തിക്കൊണ്ടായി. സംവരണം അനുവദിച്ചത് പട്ടിണി മാറ്റാനല്ല, ജാതീയത അടിച്ചമർത്തിയതിനെതിരെയാണ്. ഈ സംവരണം ഭരണഘടന അനുവദിക്കുന്നത് മുൻകാലങ്ങളിലുണ്ടായ ജാതിക്കെതിരെ, ജാതിയുടെ അസ്പൃശ്യതക്കെതിരെ, തൊട്ടുകൂടായ്മയ്ക്കെതിരെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ്, അല്ലാതെ പട്ടിണി മാറ്റാൻ വേണ്ടിയല്ല എന്നാണ് കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. ക്രിസ്തുമതം പറയുന്നത് ജാതി ഇല്ലാത്ത ഒരു സമത്വസുന്ദരമായ ലോകത്തെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ ജാതി ഇല്ലല്ലോ ഇവിടെ. ആ ജാതി ഇല്ലെങ്കിൽ അവർക്ക് സംവരണവുമില്ല, അവിടെ അസ്പൃശ്യതയൊന്നുമില്ല, തൊട്ടുകൂടായ്മയില്ല എന്നാണ് പറയുന്നത്. സമൂഹത്തിലെ ഇത്തരം തൊട്ടുകൂടായ്മയൊക്കെ മാറ്റാൻ വേണ്ടിയാണ് മതപരിവർത്തനം ചെയ്യുന്നത്. ഇവരൊക്കെ ഭരണഘടനയിൽ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ആർക്കൊക്കെ സംവരണം കൊടുക്കേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ഓവർ റൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ മറികടക്കാനോ ആർക്ക് അധികാരമില്ല? സർക്കാരിന് അധികാരമില്ല. അതുകൊണ്ട് മതം മാറിയ ഷെഡ്യൂൾഡ് കാസ്റ്റുകാരന് ഒരിക്കൽ പോലും സംവരണ ആനുകൂല്യം കൊടുക്കണ്ട എന്നാണ് കോടതി നിരീക്ഷണം. ഈ വിധി മതപരിവർത്തനം നടത്തിയ ആൾക്കാർക്ക് വലിയ പ്രത്യാഘാതമാണ്. ഇനി അവർ തിരിച്ചു വരുമോ? ഹിന്ദു മതത്തിൽപ്പെട്ട തിരിച്ചു വന്നാൽ അവർക്ക് ഈ ആനുകൂല്യം, ആ സ്റ്റാറ്റസ് കിട്ടുമോ എന്നും കൂടി ചർച്ചാ വിഷയമാക്കേണ്ടതുണ്ട്.